നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വിജയുടെ സംസ്ഥാന പര്യടനത്തിന് ആവേശകരമായ തുടക്കമായി. നിങ്ങളുടെ വിജയ് ഇതാ വരുന്നുവെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് തമിഴ്നാടൻ വിജയുടെ യാത്ര. വി ആർ കാർത്തിക് ചേരുന്നു. കാർത്തിക്, നിയമസഭയിൽ വലിയ പ്രതീക്ഷകളും വി ആർ കാർത്തിക് ചേരുന്നു. കാർത്തിക്, വിജയുടെ ലക്ഷ്യം വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. തമിഴകത്ത് മറ്റൊരു വലിയ ബദലുണ്ടാക്കിയാണ് വിജയുടെ ലക്ഷ്യം. താൻ ഏതെങ്കിലും ഒരു കക്ഷിക്കൊപ്പം ചേരുമെന്ന സൂചനയൊന്നും കൃത്യമായി വിജയ് പങ്കുവച്ചിട്ടുമില്ല. വിജയുടെ ഈ ലക്ഷ്യം എങ്ങനെയാണ്, യാത്രാ പരിപാടി എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്, തുടക്കം എങ്ങനെയാണ്, അതിൻ്റെ ഒരു ആൾക്കൂട്ടമൊക്കെ എങ്ങനെയാണ് പ്രകടമാവുന്നത്? കാർത്തിക്, സജിത്ത്, TVKയുടെ ആദ്യ 2 സംസ്ഥാന സമ്മേളനങ്ങളിലും കണ്ടതുപോലെ തന്നെ പ്രവർത്തകരുടെ വലിയൊരു സാന്നിധ്യമാണ് ഇപ്പോൾ തൃച്ചിയിലും കാണാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വിക്രമാണ്ടിയിൽ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ വിജയ് പ്രതീക്ഷിച്ചതിനപ്പുറമായിരുന്നു പ്രവർത്തകരുടെ പങ്കാളിത്തം, ജനപങ്കാളിത്തം. കഴിഞ്ഞ ഓഗസ്റ്റ് 21-ന് മധുരയിലായിരുന്നു 2ാം സംസ്ഥാന സമ്മേളനം. അവിടെയും വലിയ തോതിൽ പ്രവർത്തകരുടെ സാന്നിധ്യം കൊണ്ട് ആ സമ്മേളനം ശ്രദ്ധേയമായി. അതിനുശേഷം അംഗത്വ വിതരണമായിരുന്നു. അംഗത്വ വിതരണം 2ാം ഘട്ടത്തിലെത്തിയ ശേഷമാണ് ഇപ്പോൾ സംസ്ഥാന പര്യടനത്തിലേക്ക് വിജയ് കടക്കുന്നത്. സ്വാഭാവികമായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഗെയിം ചേഞ്ചർ ആവുക എന്ന് തന്നെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ് ലക്ഷ്യം വയ്ക്കുന്നത്. DMKയെയും BJPയെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് ആദ്യ സമ്മേളനങ്ങളിലും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുമെല്ലാം വിജയ് പ്രസംഗങ്ങളിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഈ സംസ്ഥാന പര്യടനം ആരംഭിക്കുന്നതിന് മുൻപ് DMKയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഭരിക്കുന്നത്. അവരുടെ പോലീസ് പല നിയന്ത്രണങ്ങളും ഈ പര്യടനത്തിന് കൊണ്ടുവന്നു എന്നതുകൂടി ഏറെ രാഷ്ട്രീയ പ്രാധാന്യം ഈ ഘട്ടത്തിൽ അർഹിക്കുന്നു. ഇത്തരത്തിൽ 23 നിബന്ധനകളോടുകൂടിയാണ്, ഉപാധികളോടുകൂടിയാണ് ഈ സംസ്ഥാന പര്യടനത്തിന് അനുമതി നൽകിയത്. കുട്ടികളെയും ഗർഭിണികളെയും ഒന്നും പങ്കെടുപ്പിക്കാൻ പാടില്ല, കാൽനടയായി പ്രവർത്തകർ പോകാൻ പാടില്ല, മാത്രമല്ല തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ മാത്രമേ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാവൂ. അത്തരത്തിൽ 23 തരം നിബന്ധനകൾ, ഉപാധികൾ മുന്നോട്ട് വച്ച് അത് ഈ പാർട്ടി അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ യാത്ര തുടങ്ങുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പക്ഷേ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് ഈ തൃച്ചിയിൽ ഈ ജനപങ്കാളിത്തം ഉണ്ട്. അല്പസമയത്തിനകം MGR സ്റ്റാച്യൂവിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. ഡിസംബർ 20 വരെ സംസ്ഥാനത്ത് ഈ പര്യടനം തുടരുകയും ചെയ്യും. 38 ജില്ലകളിലൂടെയും ഈ യാത്ര കടന്നു പോകും എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇതിൽ തുടക്കം തൃശ്ശിയിൽ നിന്നാണ്. അതിലേറ്റവും ശ്രദ്ധേയം ന്യൂനപക്ഷങ്ങൾക്കേറെ ഭൂരിപക്ഷമുള്ള തൃശ്ശിയിലെ ഒരു മണ്ഡലത്തിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇത് സമാപിക്കുന്നത് മധുരയിലാണ്. നേരത്തെ തന്നെ പല അഭ്യൂഹങ്ങളും ശക്തമായിരുന്നു. മധുര ഈസ്റ്റ് മണ്ഡലത്തിലടക്കം വിജയ് മത്സരിക്കുമെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. അങ്ങനെ ഈ വിജയ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന 2 മണ്ഡലങ്ങൾ, അതാണ് യാത്രയുടെ തുടക്കവും ഡിസംബർ 20-ന് ഈ പര്യടനം അവസാനിക്കുന്നതും. മറ്റൊന്ന്, പല സർവേ റിപ്പോർട്ടുകളും ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. അതിലെല്ലാം പ്രവചിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15% വോട്ട് വിജയുടെ തമിഴക വെട്രി കഴകം കരസ്ഥമാക്കും എന്നാണ്. അത് ലക്ഷ്യമിട്ട് തന്നെയാണ് ഇവരുടെ ക്യാമ്പയിനും മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ DMKയെ കടന്നാക്രമിക്കുന്നു. DMK ആണ് രാഷ്ട്രീയ ശത്രു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ BJPയെയും കടന്നാക്രമിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. BJP ഐഡിയോളജിക്കൽ എനിമി എന്നാണ് പല ഘട്ടങ്ങളിലും വിജയ് പറഞ്ഞത്. ഇത്തരത്തിൽ DMK വിരുദ്ധ വോട്ടുകൾ, അതായത് നിലവിലെ സർക്കാർ വിരുദ്ധ വോട്ടുകൾ, അത് പരമാവധി സമാഹരിക്കുക, അത് തന്നെയാണ് തമിഴക വെട്രി കഴകം ലക്ഷ്യമിടുന്നത്. തമിഴക വെട്രി കഴകത്തിൻ്റെ ഈ യാത്ര മുൻകൂട്ടി കണ്ട് നേരത്തെ AIDMK അടക്കം സംസ്ഥാന വ്യാപകമായി എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ പര്യടനമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എത്രത്തോളം ഈ വിജയുടെ തമിഴക വെട്രി കഴകത്തിൻ്റെ എൻട്രിയെ ഭയപ്പെടുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. മാത്രമല്ല DMKയുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ശ്രദ്ധേയമായ പല ചൂടുകളും കണ്ടു. പ്രത്യേകിച്ച് സ്റ്റാലിൻ്റെ മകനെ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടു. അത്തരത്തിൽ വളരെ മുൻകൂട്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികളും
ഈ വിജയുടെ വരവിനെ മുൻകൂട്ടി പ്രതിരോധിക്കാനുള്ള നടപടികൾ നേരത്തെ ആരംഭിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് വിജയുടെ പരിപാടികളിൽ വലിയ തോതിൽ പ്രവർത്തകരുടെ പങ്കാളിത്തം, ജനപങ്കാളിത്തം അത് തന്നെയാണ് ഇപ്പോൾ തൃച്ചിയിലും കാണുന്നത്. അല്പസമയത്തിനകം ഈ യാത്ര ആരംഭിക്കും. MGR സ്റ്റാച്യൂവിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത് എന്നതുകൂടി ഏറെ ശ്രദ്ധേയമാണ്. അതിൽ സ്വാഭാവികമായും DMK വിരുദ്ധ വോട്ടുകൾ ADMK ആയിരുന്നു സമാഹരിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അതിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളുണ്ടാകും. അത് ADMK BJP സഖ്യം ഒരു വശത്ത്, തമിഴക വെട്ടറിക്കഴകം മറ്റൊരു വശത്ത്, അങ്ങനെ സർക്കാർ വിരുദ്ധ വോട്ടുകൾ പരമാവധി സമാഹരിക്കുക. ഒപ്പം AIDMKയുടെയും നിലവിലെ ആ പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ മുതലെടുത്തുകൊണ്ട് അവരിൽ നിന്നും വോട്ട് സമാഹരിക്കുക എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കാണുന്നു എന്നതാണ് ഈ യാത്രയുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ. അതായത് ഈ യാത്രയിലെ ഫ്ലക്സുകളിൽ MGR, അതോടൊപ്പം തന്നെ അണ്ണാദുരൈ അടക്കമുള്ളവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഫ്ലക്സുകളായിരുന്നു. കഴിഞ്ഞ സമ്മേളനങ്ങളിലും അത്തരത്തിലായിരുന്നു കണ്ടത്. അതായത് എല്ലാ പോക്കറ്റുകളിൽ നിന്നും വോട്ടുകൾ സമാഹരിച്ച് പരമാവധി തമിഴക രാഷ്ട്രീയത്ത് അതിൻ്റെ എൻട്രി ഒരു പാർട്ടി രൂപീകരിച്ച് ഒരു വർഷത്തിനുള്ളിൽ ആ പാർട്ടിക്ക് നേടാൻ കഴിയുന്നതിൻ്റെ അത്രേ പരമാവധി ലക്ഷ്യം കാണുക. അത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല നമുക്കറിയാം ബീഹാറിൽ ജനസൂരജ് പാർട്ടി നേതൃത്വം നൽകുന്ന പ്രശാന്ത് കിഷോറാണ് നേരിട്ട് തമിഴക വെട്ടറിക്കഴകത്തിൻ്റെ ക്യാമ്പയിനുകളിലും അതോടൊപ്പം തന്നെ അവരുടെ മാസ്റ്റർ ബ്രെയിൻ, ഇതിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ, ഈ പര്യടനത്തിന് പിന്നിലെ അതായിരുന്നു ആദ്യഘട്ട 2 സംസ്ഥാന സമ്മേളനങ്ങളിലും. ഒരു ഘട്ടത്തിൽ പ്രശാന്ത് കിഷോർ നേരിട്ട് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ ഈ സംസ്ഥാന പര്യടനം, നിങ്ങളുടെ വിജയ് ഇതാ വരുന്നു. അതായത് ഓരോ മൈക്രോ ക്യാമ്പയിനിങ്, ഓരോ വീട്ടിലേക്കും ഓരോ കുടുംബത്തിലേക്കും. കഴിഞ്ഞ സമ്മേളനത്തിലടക്കം വിജയ് പറഞ്ഞത്, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചു വേണം 234 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനെന്നാണ്. അത്തരത്തിൽ ഒരു പാർട്ടി അത് രൂപീകരിച്ച് ഒരു വർഷമാകുമ്പോൾ തന്നെ പരമാവധി ജനപ്രതിനിധി സ്വന്തമാക്കുക, ആ പാർട്ടിയുടെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പരമാവധി സ്വാധീനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉറപ്പിക്കുക, ആ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് വിജയ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇതുവരെയുള്ള പാർട്ടിയുടെ പരിപാടികൾ അതെല്ലാം ശ്രദ്ധേയമായിരുന്നു. ഇന്നു മുതൽ സംസ്ഥാന പര്യടനം ആരംഭിക്കുകയാണ്. 38 ജില്ലകളിലൂടെയും ഈ പര്യടനം കടന്നുപോകും. ഈ പര്യടനത്തിൻ്റെ തുടക്കം ഇപ്പോൾ തൃച്ചിയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു. അതിൽ തന്നെ അപ്രതീക്ഷിതമായ പങ്കാളിത്തം, ഒരുപക്ഷെ ഇത്രയും പോലീസ് ഇടപെട്ട് ഉപാധികൾ മുന്നോട്ട് വെച്ച് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നെങ്കിലും പ്രവർത്തകർ വലിയ തോതിൽ ഈ വിജയുടെ വാഹനത്തിന് സമീപവും വിജയന്റെ വാഹനത്തിന് ചുറ്റും അണിനിരക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കാൽനട യാത്ര ഇറക്കം വിലക്കിക്കൊണ്ട് പോലീസിന്റെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നിരുന്നു. 23 ഇനം നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അതൊന്നും പാലിക്കപ്പെടാതെ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലടക്കം അത് 6 വാഹനമായി പരിമിതപ്പെടുത്തണമെന്ന കർശന നിർദ്ദേശമടക്കം പോലീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് TVKയുടെ കൊടികളും ഈ പ്രവർത്തകർ ഇപ്പോൾ വിജയുടെ വാഹനത്തിനൊപ്പം നടന്ന് നീങ്ങുകയാണ്. വിജയ്ക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നു. ഒപ്പം DMK വിരുദ്ധ മുദ്രാവാക്യങ്ങളും BJP വിരുദ്ധ മുദ്രാവാക്യങ്ങളുമാണ് അലയടിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. വിജയ് തമിഴകം പിടിക്കുമോ കീഴടക്കുമോ, ആ ചോദ്യമാണ് പ്രസക്തമാവുന്നത്. അത്തരം വലിയ മാസ് ക്യാമ്പയിനാണ് വിജയ് ലക്ഷ്യമിടുന്നത്. ഒരു ബദൽ, നിരവധി രാഷ്ട്രീയ പരീക്ഷണങ്ങൾ കണ്ടിട്ടുള്ള തമിഴക രാഷ്ട്രീയത്തിൽ പുതിയൊരു ബദൽ, അതാണ് വിജയുടെ ലക്ഷ്യം. ആ ബദലിന് എത്ര കണ്ട് വിജയിക്കാനാവുമെന്നതാണ് ചോദ്യം. എന്തായാലും ഇന്ന് തമിഴക പര്യടനം ആരംഭിക്കുകയാണ്. അതിൽ കൃത്യമായി തന്നെ ഉള്ള രാഷ്ട്രീയ നീക്കം വിജയ് നടത്തുന്നു എന്നതുകൂടിയാണ് പ്രത്യേകത. ഈ നീക്കത്തിനൊടുവിൽ തമിഴക രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ നീക്കമാണ്. വിജയുടെ പരിപാടികൾക്കെല്ലാം വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതൊരു ഫാൻ ബേസ് ആണോ, അത് വോട്ടാക്കി മാറ്റാനാകുമോ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് കൂടിയാണ് ഒരുപക്ഷെ ഈ യാത്രയ്ക്കൊടുവിൽ ഉത്തരം നൽകുകയും